ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ തായ്ഫിലെ ഒരു ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങളും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ തോട്ടങ്ങളുമാണ് ഞാൻ ഈ വ്ളോഗിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. മരുഭൂമിയിലുള്ള ഒരു പച്ചപ്പിൻ്റെ ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് വളരെ ഇഷ്ടമായിരിക്കും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് ഒരു ഉറുമാൻ തോട്ടത്തിലേക്കാണ്. അപ്പോൾ ഇതാ അതിമനോഹരമായിട്ട് ഉറുമാനൊക്കെ കായ്ച്ച് നിൽക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഉറുമാനൊക്കെ നല്ല മധുരമുള്ള ഉറുമാനാണിത്. കണ്ടോ, നല്ലോണം പഴുത്ത് പൊട്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തന്നെ ഉണ്ട് ഇതിമൽ ഉറുമാനൊക്കെ. ഇപ്പോൾ ഈ കാണുന്നത് ചുവപ്പ് കളറിലുള്ള ഉറുമാനാണ്. പക്ഷേ ഇതിനൊട്ടും തന്നെ മധുരം ഉണ്ടാവില്ല. മറ്റേ ഉറുമാനാണ് നല്ല മധുരം ഉണ്ടാവുക. അപ്പോൾ രണ്ട് ടൈപ്പിലായിട്ടുള്ള ഉറുമാനുണ്ട് അവിടെ. ഈ ഒരു ചുമപ്പ് കളറിനുള്ളതിന് നല്ല പുളിയാണ്. നമുക്ക് അച്ചാറൊക്കെ ഇടാൻ പറ്റുന്ന അത്രക്കും പുളിയുള്ളൊരു ഉറുമാനാണിത്. പക്ഷേ മറ്റേത് നല്ല മധുരമാണ്, കളറ് കുറവുള്ള ഉറുമാൻ. അപ്പോൾ അതാ ഞങ്ങൾ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളോട് അവിടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് പറിച്ചോളി എന്ന് പറഞ്ഞ് കാർട്ടൂണൊക്കെ എടുത്ത് തന്നതാണ്. അപ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് ഒടിച്ചിടുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം കുറച്ച് ചോളത്തിൻ്റെ മരങ്ങളാണ് ഈ കാണുന്നത്. കണ്ട, ചോളങ്ങളൊക്കെ നല്ലോണം കായ്ച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിളവെടുപ്പ് സമയം ആയിട്ടില്ല. ഒരുപാടുണ്ട്. ഇതും ഇതേ ഒരു ലെവലിൽ തന്നെ ഒരുപാടുണ്ട് കായ്ച്ച് നിൽക്കുന്നത്. അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ ഈ തോട്ടത്തിലേക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു നമുക്കൊരു ഫീലിംഗ് ആണല്ലോ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ. അപ്പോൾ വെറുതെ ഒന്ന് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്കൊക്കെ കാണാനും കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഉറുമാനൊക്കെ കാണുമ്പോൾ കാഴ്ച നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിക്കുക. കണ്ട് ഒരുപാട് കായ്കളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ ഒടിച്ച് കാർട്ടൂണൊക്കെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മഗ്‌രിബിന് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരാനുള്ള പരിപാടിയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഒരു കൈപ്പത്തോട്ടാണ്. ഇത് ഞങ്ങൾ മറ്റൊരു ദിവസം പോയി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇത് കുറേ ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഈ ഒരു കൃഷിയുള്ളത്. മെയിനായിട്ട് ഇവിടെ ഉള്ളത് കയ്പയാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പല പച്ചക്കറികളുണ്ട്.
അപ്പോൾ ഈ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു തോട്ടമാണ്. അതിൽ ഉള്ളോട്ട് പോയാലാണ് പിന്നെ ചുരങ്ങ, പിന്നെ അതേമാതിരി കുമ്പളം. ഈ കുമ്പളത്തിൻ്റെ ഒക്കെ വള്ളിയും കായകളൊക്കെ ഉള്ളത് ആ തലക്കലേക്ക് അങ്ങോട്ട് പോയാലാണല്ലോ. അതിലങ്ങോട്ടും ഞങ്ങൾ അധികം പോയിട്ടില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കയ്പൊക്കെ ഒരുപാടുണ്ട്. വള്ളികളൊക്കെ ഏകദേശമൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഉൾവശത്തുള്ളത്. പക്ഷേ പുറം ഭാഗത്ത് പോയി നോക്കിയാൽ നല്ല പച്ചപ്പിലായിട്ട് വേറെയും ഉണ്ടായി വരുന്നുണ്ട് വള്ളികളൊക്കെ. അപ്പോൾ കായകളും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒരുപാടുണ്ട്. വിളവെടുപ്പ് സമയമൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയതാണ്. എന്നാലും കുഴപ്പമില്ലാത്ത കായകളൊക്കെ ഉണ്ട്. വീഡിയോയിൽ അധികമായിട്ട് പെട്ടിട്ടില്ല ഞാൻ വീഡിയോ എടുത്തിട്ട്. കയ്പ, ചുരങ്ങ, പിന്നെ പടവലം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിട്ടുണ്ട് ഇവിടെ പച്ചക്കറികളൊക്കെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറേ പിന്നെ കയ്പയും അതുപോലെ പിന്നെ കുമ്പളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ട്. ഞാൻ ആ തലക്കലേക്ക് ഇങ്ങനെ പോയി നോക്കിയതാ. അപ്പോൾ ഒരുപാട് ദൂരത്തോട്ട് അങ്ങനെ ഉണ്ട് ഈ ഒരു സ്ഥലം. അപ്പോൾ അവിടെ ആയിട്ടാണ് കുമ്പളമൊക്കെ ഉള്ളത്, ഒരുപാട് കാഴ്ച നിൽക്കുന്നത് കണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് അധികം പോയിട്ടില്ല. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പുറം ഭാഗമാണ് ഈ കാണുന്നത് ആ പന്തലിൻ്റെ. അപ്പോൾ നല്ല പച്ചയായിട്ട് തന്നെയാണ് അതിൻ്റെ പുറംവശം നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ വള്ളികളൊക്കെ ആയിട്ട് ഉണ്ടാവുന്നതുണ്ട്. ഇങ്ങനെ ഒരുപാട് പിന്നെ ഓപ്പണായിട്ടുള്ള ഓരോ സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള കവാടങ്ങൾ. കണ്ടോ, നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട് കയ്പമേൽ. അപ്പോൾ ഒരു തലയൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്, മറ്റേ തല ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആയിട്ടാണ്. പിന്നെ ഇവിടെ നല്ല വെള്ളമൊക്കെ പിന്നെ ഉണ്ട് ഒഴുകി പോകുന്നത്. അവിടെയൊക്കെ വഴുതനയൊക്കെ ഒരുപാട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഈ സൈഡിലൂടെ ഉള്ളതൊക്കെ വഴുതനൻ്റെ മരമാണ്. അതിന്മേലൊക്കെ കായകളുണ്ട് നിറയെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് വേറൊരു തോട്ടത്തിലേക്കാണ്. അവിടെ ആണെങ്കിൽ ഒരുപാട് പിന്നെ ഇലകളൊക്കെ ഉള്ളൊരു തോട്ടങ്ങളാണ്. പിന്നെ ഇത് കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇലൻ്റെ ഒരു ഇതാണ്. ഇതിപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ആ കാണുന്നതാണ് പിന്നെ ഫിലിപ്പൈൻസൊക്കെ കഴിക്കുന്ന ഒരു
പിന്നെ ഇലയാണെന്നാണ് പറഞ്ഞത് അവിടെ ഉള്ളവർ ഞങ്ങളോട്. അപ്പോൾ ഇതൊരുപാടുണ്ട്. അവരിങ്ങനെ പിന്നെ മുറിച്ചെടുത്തിട്ട് ചാക്കിലാക്കി കിട്ടുകയാണ് ഓരോ സ്ഥലത്തേക്ക് കയറ്റി ആക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ സൗദിയിലൊക്കെ കോഴിയൊക്കെ ചുടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ മുറിച്ചിടുന്ന ഒരൈറ്റമാണ്. പിന്നെ മെയിനായിട്ട് ഫിലിപ്പൈൻസുകൾ കഴിക്കുന്നതാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. അതൊന്നും കായകളൊന്നും ആയിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വ്ളോഗിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കണ്ട ഒരുപാട് സ്ഥലങ്ങളിലായിട്ടാണ് ഇതും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവർ. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അവിടെ പോയി കാണുമ്പം തന്നെ. നല്ല പ്രകൃതി ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ മരുഭൂമിയിലാകുമ്പോൾ. അപ്പോൾ നല്ലൊരു ഫീലിംഗാണ് അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത്.